ഇത് മുത്താരി കഴുകി ഉണക്കി നമ്മൾ എടുത്തു വച്ചിട്ട് പൊടിപ്പിച്ചെടുത്ത റാഗിപ്പുട്ട്. മുത്താരിപ്പൊടി ൻ്റെ പുട്ടാണിത്. റാഗിപ്പുട്ട് എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ മുട്ട, പഴം, ചായ, ഇത് റാഗിപ്പുട്ട്. നമുക്ക് ഇത് കഴിക്കാൻ ഇനി ഉണ്ടോ, നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല രസമുണ്ട്. ഉണ്ടോ, നമുക്ക് ഇത് കഴിക്കാം. ചായയുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും റാഗിപ്പുട്ട് ഉണ്ടാക്കി നോക്കണം. നല്ലോണം വറക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. വറുത്തിട്ട് പുട്ടുണ്ടാക്കുമ്പോഴാണ് രുചി ഉണ്ടാവുന്നത്. ഇതാ നല്ല നല്ല സോഫ്റ്റായിട്ട് ഉള്ള റാഗിപ്പുട്ട്. ഇത് നമ്മൾ വറുത്ത് പൊടിച്ചതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാലാണ് ഇത്ര ഇതായിട്ട് കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും നമ്മൾ വറുത്തെടുത്താൽ നല്ല പോലെ സോഫ്റ്റ് പുട്ടായിട്ട് കിട്ടും. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നല്ല സ്വാദുള്ള പുട്ട്. ഷുഗറൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. ഷുഗർ കുറയാൻ നമുക്ക് വിശപ്പുണ്ടാവുമല്ലോ എല്ലാവർക്കും. ഷുഗർ ഉള്ളവർ പറയും എപ്പോഴും ഭയങ്കര വിശപ്പാന്ന് പറയും കേട്ടോ, ഷുഗർ ഉള്ളവർ. അപ്പം ഞാനിത് ഇവിടെ ഒരു വീട്ടിൽ നിന്ന് പണിയെടുക്കുകയാണ് കേട്ടോ. അവിടുത്തെ അമ്മ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, നിനക്ക് ഷുഗറായിട്ട് വിശപ്പ് വിശപ്പുണ്ടോ, കൂടുതലാണോ? എല്ലാവരും പറയുന്നത് കേൾക്കാമല്ലോ. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. വിശപ്പ് ഉണ്ടാകുന്നില്ല. കൂടുതലായിട്ടില്ല, ഭക്ഷണം കഴിക്കും. അതധികം ഭക്ഷണം ഞാൻ കഴിക്കാറില്ല. കുറച്ച് ഭക്ഷണം. ഇപ്പോൾ ഒരു കഷ്ണം പുട്ട് ഇതും കഴിച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഗോതമ്പിനേക്കാളും കൂടുതൽ ഞാൻ ചോളമാണ് ഉപയോഗിക്കുന്നത്. ചോളത്തിൻ്റെ പൊടി, ആ കഞ്ഞി കുടിക്കും. പിന്നെ അതിനെന്തെങ്കിലും ഒരു തോരനോ ഒക്കെ കൂട്ടിയിട്ടാണ് അത് കഴിക്കുക. പിന്നെ ഓട്സ് കഞ്ഞി, പുട്ട്, ഉപ്പുമാവ്, ഇതൊക്കെയാണ് എൻ്റെ ഭക്ഷണം. ഇവിടെ എല്ലാവരും ചോറ് കഴിക്കും. ഷുഗർ ഉണ്ടെങ്കിലും എൻ്റെ അത്ര ഷുഗറില്ല, എനിക്കാണ് ഷുഗർ കൂടുതൽ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി, ഞാൻ ഉച്ചയ്ക്കാണെങ്കിൽ എൻ്റെ ഭക്ഷണം വേറെയാണ്, കഞ്ഞി. അവർക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കും. അതിനിടയ്ക്ക് ഞാൻ ഓട്സ് വറുത്ത് വെച്ചിട്ടുണ്ട്. ആ വറുത്ത ഓട്സ് 2 സ്പൂൺ ഇടും.
തിളയ്ക്കുന്ന വെള്ളം ഓട്സിലേക്ക് അങ്ങ് ഒഴിക്കും. അതവിടെ അടച്ചു വെക്കും. ഒരു കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ കഴിക്കാനായി വരുമ്പോഴത്തേക്കും നല്ല കഞ്ഞിയായി പാകമായിരിക്കും. അപ്പോൾ അതിന് കൊഴുപ്പും ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് അത് കഴിക്കുകയും ചെയ്യാം. അതിനൊരു തോരനോ എന്തെങ്കിലും കൂട്ടിയാണ് ഞാൻ കഴിക്കൽ. ഇറച്ചിയും മീനുമൊക്കെ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. ഇറച്ചി, മീൻ ഇതൊക്കെ എനിക്ക് വളരെ കുറവാണ് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുകയും കൂടി ചെയ്താൽ എനിക്ക് തീരെ കഴിക്കാൻ പറ്റില്ല. ഇറച്ചിയൊക്കെ കഴുകി മീനൊക്കെ കഴുകി കൊണ്ടുവന്ന് കറി വെച്ചാൽ എനിക്ക് പിന്നെ മീനിൻ്റെ ഒരു ഇതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേ സമയത്ത് എനിക്ക് ആരെങ്കിലും കറിയൊക്കെ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ നാത്തൂൻ കുട്ടിയുണ്ട് എനിക്ക്, അവൾ കറി വയ്ക്കും, മീൻ മറക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ അവിടുന്ന് കഴിക്കാറുണ്ട്. അധികമല്ല, ആവശ്യത്തിന് ഒരു മീനിൻ്റെ കഷ്ണവും ഒക്കെ കഴിക്കാറുള്ളൂ കേട്ടോ. എങ്ങനെയായാലും എത്ര കഴിക്കുമെന്ന് പറഞ്ഞാലും അത്രേ കഴിക്കുള്ളൂ. ഇറച്ചിയാണെങ്കിലും ഇത്തിരി കഴിക്കുള്ളൂ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടം എന്നുള്ള ഭക്ഷണം എനിക്കില്ല. ഭക്ഷണത്തിനോട് പ്രത്യേക ഒരു ആക്രാന്തമോ താല്പര്യമോ ഒന്നുമില്ല. എന്തെങ്കിലും നമ്മൾ വിശക്കുന്നതിന് ഒരു നേരം എന്തെങ്കിലും കഴിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ ആർഭാടമായിട്ട് ചിലരൊക്കെ ഷുഗർ ഉള്ളവരാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നതുകൊണ്ട് എനിക്ക് ഷുഗർ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ അമ്മ എന്നോട് പറയും, നീ ഒരുപാട് ഇങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഷുഗർ കൂടുന്നത്. എല്ലാ സാധനവും കഴിക്കുകയാണെങ്കിൽ ഷുഗർ വരില്ല, നീ ഇഷ്ടം പോലെ ചോറൊക്കെ കഴിച്ചോ, അപ്പോൾ ഷുഗർ ഉണ്ടാവില്ല എന്ന്. പക്ഷേ എനിക്കറിയാം, എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അരി കഴിക്കരുതെന്ന്. അരിൻ്റെ ഒരു സാധനം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ കഴിക്കില്ല. പിന്നെ അത് തന്നെയല്ല, എനിക്ക് ഈ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങിയത് തിന്നാലേ എനിക്കറിയാം എൻ്റെ ഷുഗർ കൂടിയിട്ടുണ്ടെന്ന്. തിന്ന് അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എനിക്ക് അറിയാം എൻ്റെ ഷുഗർ കൂടുതലായിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ അതിനൊന്നും മെനക്കെടാറില്ല. എനിക്ക് അതിനോട് ഒന്നിനോടും ഭക്ഷണത്തിനോട് താല്പര്യം എനിക്ക് വളരെ കുറവാണ്. വിശന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അതിപ്പോൾ ഇതെല്ലാം ചായ ആയാലും ചായൻ്റെ കൂടി ഒരു റസ്കോ ബ്രെഡോ കുഴിച്ചാലും ഒരു നേരത്തെ ഭക്ഷണം എൻ്റെ അതാവും. അങ്ങനെയൊക്കെയാണ്. എന്നാൽ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ.